Good morning, all. Okay, can you see the watch no clear now? Clear now. Okay. Now, post containment. Other discuss the really. Neither management of employee benefits and relations in the post containment. Okay, why should you know? ചുവരൊക്കെ വായിച്ചു പോകുന്നുണ്ട്. പരമാവധി വായിച്ചു പോകാൻ തന്നെ ശ്രമിക്കുക. നമുക്കറിയാം എംപ്ലോയീസിന് ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് തൊഴിലുടമ അവർക്ക് വേണ്ടിയിട്ട് എംപ്ലോയി ബെനിഫിറ്റ്സ് എന്നുള്ള ലേബലിൽ തന്നെ അവൈലബിൾ ആകുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴും ചില കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടാണ് തൊഴിലുടമ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ക്ഷേമ അല്ലെങ്കിൽ വിനോദപരമായി എൻജോയ്മെന്റ്പരമായിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും പല കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. ഫസ്റ്റ്ലി നമ്മൾ പറഞ്ഞു ആർക്കൊക്കെ കൊടുക്കണം അല്ലെ, ഡിസൈറിംഗ് റെസിപ്പിയൻസ് ഓഫ് ബെനിഫിറ്റ്സ്, then determine the inclusion of retirees in the plans, റിട്ടയർ ചെയ്തവരെ ഉൾപ്പെടുത്താൻ വേണ്ടിയുള്ള പല കാര്യം. പ്രൊബേഷണറി പീരീഡിൽ നമുക്കറിയാം എംപ്ലോയറിനെ സംബന്ധിച്ച് ബെനിഫിഷ്യൽ ആയ കാര്യമാണ്, അധികം റിസ്ക് എടുക്കേണ്ടി വരുന്നില്ല. ഫിനാൻസിങ് നമുക്കറിയാം കോൺട്രിബ്യൂഷൻ ഒക്കെ എത്രത്തോളം അവൈലബിൾ ആക്കണം അതൊക്കെ കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. വീണ്ടും എംപ്ലോയീസ് ചോയ്സ്, തീർച്ചയായിട്ടും തൊഴിലാളികൾക്ക് ഹെൽപ്ഫുൾ അല്ലെങ്കിൽ അവർക്ക് ഇൻഡസ്ട്രീവ് ആയിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ അത് അറേഞ്ച് ചെയ്ത് കൊടുത്താലാണ് ഓർഗനൈസേഷനിൽ വിചാരിച്ച റിസൾട്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ അവരുടെ ടേസ്റ്റ് എന്താണെന്നുള്ളത് വ്യത്യസ്ത രീതിയിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് എടുത്തു നിർത്തിയത് അല്ലെ. ഏതുവരെയല്ലേ എടുത്തു നിർത്തിയത്? ഓക്കെ അല്ലേ? നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോട്ടെ അല്ലേ? അപ്പൊ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ക്ലാസ് ഒക്കെ മിസ്സായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ എല്ലാവരും മറന്നുപോയോ? ഇല്ലല്ലോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ. പോസ്റ്റ് കണ്ടെയ്ൻമെന്റ് തുടങ്ങിയാണ് നമുക്ക് ഇനി എടുക്കേണ്ടത്. നമുക്കറിയാം തൊഴിലാളികൾക്ക് എന്തെങ്കിലും ക്ഷേമ പ്രവർത്തനങ്ങൾ ലഭ്യമാകുമ്പോൾ ഓവർ കോസ്റ്റ് അല്ലെങ്കിൽ ഒരുപാട് എക്സ്പെൻസ് ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് തൊഴിലുടമയ്ക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഓർഗനൈസേഷനെയും അത് ബാധിക്കും അല്ലെ. അതിന്റെ ഒരു നല്ല സ്മൂത്ത് ആയിട്ടുള്ള പ്രവർത്തനത്തിനെയും ബാധിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം തൊഴിലുടമയ്ക്ക് ഒരുപാട് റിസ്ക് വരരുത് എന്ന എംപ്ലോയീസ് ഹാപ്പി ആകുകയും ചെയ്യുന്ന തരത്തിലുള്ള എന്തെങ്കിലും ബെനിഫിഷ്യൽ പ്ലാനുകളാണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ കോസ്റ്റ് കണ്ടെയ്ൻമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് കോസ്റ്റിനെ ലഘൂകരിക്കാനുള്ള ഏതെങ്കിലും രീതി അല്ലെ. The main focus remains either on the reduction of the size of the claim or
decreasing the administrative cost linked with the benefits plans so that the benefit cost can be controlled. നമുക്കറിയാം ഒരുപാട് കോസ്റ്റുകൾ അത് വഹിക്കാനായിട്ട് തൊഴിലുടമ തയ്യാറാവില്ല. അല്ലെങ്കിൽ നമുക്കറിയാം ലൈഫൊക്കെ കേസ് അത് കൂടുതലായിട്ട് ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ വരുമ്പോൾ ഒരുപാട് അതിന്റെ വികസിതമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോസ്റ്റ് ഒക്കെ റിസ്ക് വഹിക്കാനായിട്ട് കൂടുതലായിരിക്കും. അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ട് നമുക്കറിയാം ഭരണ നിർവഹണത്തിലൊക്കെ കൃത്യമായിട്ട് ഇതൊക്കെ കാര്യങ്ങൾ കളക്ട് ചെയ്യാനും ഓരോരുത്തർക്ക് അവൈലബിൾ ആയിട്ട് ലഭ്യമാക്കി കൊടുക്കാനും ഒക്കെ വേണമെങ്കിൽ ചിലപ്പോൾ സ്പെഷ്യൽ ഉദ്യോഗസ്ഥരൊക്കെ അവിടെ അതിന് വേണ്ടിയിട്ടൊക്കെ നിയോഗിക്കേണ്ടതൊക്കെ വരും. സോ അതൊക്കെ ലഘൂകരിച്ചിട്ടുള്ള ഒരു കോസ്റ്റ് അത് ആയിരിക്കും തീർച്ചയായിട്ടും അവിടെ പ്രധാനമായിട്ടും ഒരു താല്പര്യപ്പെടുന്നത്. These methods are to lower the cost or at least lower the rate of increase of a cost rather than transferring this cost to the employees. Okay, നമുക്കറിയാം അല്ലെ വളരെ കുറഞ്ഞ ചെലവില് അതായത് എംപ്ലോയീസിന് നമുക്കറിയാം ഒരുപാട് കോസ്റ്റ് അല്ലെങ്കിൽ അവരും ഒരുപാട് കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഒരുപാട് റിസ്ക് എടുക്കേണ്ടതായിട്ട് വരികയാണെങ്കിൽ അവർക്കും വലിയ താല്പര്യം ഉണ്ടാവില്ല. അതേമാതിരി തന്നെ തൊഴിലുടമയ്ക്കും നമുക്കറിയാം ആദ്യം ഒരുമാതിരി റിസ്ക് എടുക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് അതും അവിടെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ that terms of these methods are to lower the cost or at least lower the rate increase of a cost rather than transferring this cost to employees. എംപ്ലോയീസിന് എന്തെങ്കിലും ചെലവുകൾ അധികമായിട്ട് ഉണ്ട് അല്ലെ, തൊഴിലുടമയ്ക്ക് അധികം വഹിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അത് എങ്ങനെയെങ്കിലും തൊഴിലാളികളുടെ മേലേക്ക് കെട്ടിച്ചു കൊടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം ഒരിക്കലും ഒരു തൊഴിലുടമയും ഒരുപാട് റിസ്ക് എടുത്തുകൊണ്ട് എംപ്ലോയിനെ ഹാപ്പി ആയിട്ട് എടുക്കാനായിട്ട് അവർ താല്പര്യപ്പെടില്ല. അപ്പൊ ഏതെങ്കിലും രീതിയിൽ ചിലപ്പോ അല്ലെ വളഞ്ഞ രീതിയിലെങ്കിലും എംപ്ലോയിലേക്ക് ആ കോസ്റ്റുകൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ തീർച്ചയായിട്ടും ആ ഒരു രീതി അല്ലെ കോസ്റ്റ് ഒരുപാട് ഹൈ ആവാതിരിക്കാനായിട്ട് പരമാവധി ഒരു ശ്രദ്ധിക്കും. In most of these cases, the main focus of employers is to reduce their own cost. However, some benefits are also given to the employees resulting from the cost reduction in the form of providing additional benefits to the employees or a decreased rate of rise in inaccessible expenses. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എന്താണ് എംപ്ലോയീസിന് എന്തെങ്കിലും ബെനിഫിഷ്യൽ ആയിട്ടുള്ള അഡീഷണൽ ബെനിഫിറ്റ്സ് ഒക്കെ കൊടുക്കുമ്പോൾ ചെറുതായിട്ടൊക്കെ അല്ലേ എന്തെങ്കിലും ഒരു എക്സ്പെൻസ് വഹിക്കത്തക്ക വിധത്തിലുള്ള രീതി അവിടെ മിക്കവാറും തൊഴിലുടമ ചൂസ് ചെയ്യുള്ളൂ. കാരണം മോസ്റ്റ് ഓഫ് ദ ബെനിഫിറ്റ് അല്ലെ മോസ്റ്റ് ഓഫ് ദ റിസ്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഏതൊരു തൊഴിലുടമയും തയ്യാറാവില്ല അല്ലെ. Some benefits are also given to the employee resulting from cost reduction in the form of providing additional benefits of employee. അവിടെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ എംപ്ലോയിക്ക് ലഭ്യമാക്കി കൊടുക്കും, പക്ഷെ അവിടെ ഏതെങ്കിലും രീതിയിലുള്ള കോസ്റ്റ് അവർക്ക് ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരും. സോ അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഒരിക്കലും തൊഴിലുടമ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം തൊഴിലുടമ എന്തെങ്കിലും ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ എംപ്ലോയീസിന് ലഭ്യമാക്കുന്നുണ്ടെങ്കിൽ ഹൈ റിസ്ക് എടുത്തിട്ട് അവർ എംപ്ലോയിക്ക് ആ ഒരു പാക്കേജുകൾ അവൈലബിൾ ആക്കില്ല. സോ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള റിസ്ക് എടുക്കാനായിരിക്കും അവർ തയ്യാറാവുന്നത്. Apart from the plans of medical expenses, the different types of provisions and the practice which are most common cost containment method and are being implemented by many employers at the present stage below. Okay, ഇപ്പോൾ മെഡിക്കൽ എക്സ്പെൻസ് ഒക്കെ തന്നെയാണെങ്കിലും അവരെ മെഡിക്കലി എന്തെങ്കിലുമൊക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള തീരുമാനമൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അവിടെയും ഒരു കോസ്റ്റ് കണ്ടെയ്ൻമെന്റ് അല്ലെ, അവിടെ ഒരു കോസ്റ്റ് കൺട്രോളിംഗ് മെത്തേഡ് തന്നെ ഇംപ്ലിമെന്റ് ചെയ്ത് നടപ്പാക്കിയിട്ടായിരിക്കും അവരെ ഹാൻഡിൽ ചെയ്യുന്നത്. കാരണം തൊഴിലുടമ അധികം റിസ്ക് എടുക്കാനായിട്ട് അവര് തയ്യാറാവില്ല അല്ലെ. അതില് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, ചില ടേംസുകൾ അല്ലെ, ടേംസുകൾക്കൊക്കെ വിധേയമായിട്ടായിരിക്കും അവർക്ക് മെഡിക്കൽ എക്സ്പെൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ഒരു ബെനിഫിഷ്യൽ പാക്കേജ് ഒക്കെ തീരുമാനിക്കുന്നത്. എന്താണ് പറയുന്നത്, ഓൾട്ടർനേറ്റ് ടെക്നിക്സ് ഓഫ് ഫണ്ടിങ് which help in improving cash flow and reducing administrative cost. Okay, നമുക്കറിയാം ഒന്നില്ലെങ്കിൽ ഈ സ്ലാബ് അല്ലെങ്കിൽ മറ്റൊരു സ്ലാബ്. ഇപ്പൊ നമുക്കറിയാം ടാക്സും കാര്യങ്ങൾക്കൊക്കെ ഒരു സ്ലാബ് അല്ലെ എന്ന് പറഞ്ഞ മാത്രം തന്നെ മെഡിക്കൽ ഇൻഷുറൻസ് ക്ലെയിമുകൾക്കൊക്കെ ഒരു സ്ലാബുകൾ നിശ്ചയിക്കും. ഇപ്പൊ ഇത്രയും സാലറിയാണ്, ഇത്രയും നിങ്ങൾ പേയ്മെന്റ്സുകളൊക്കെ നിങ്ങളുടെ സാലറി ചെറിയ രീതിയിലൊക്കെ ഹാൻഡിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്കീമിന്റേതായിട്ടുള്ള ആ ഒരു യൂട്ടിലൈസേഷൻ ഉപയോഗിക്കാം അല്ലെ. അങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള സ്കീമുകൾ അവിടെ അവർക്ക് വേണ്ടിയിട്ട് എംപ്ലോയീസിന് വേണ്ടിയിട്ട് അവൈലബിൾ ആക്കും. സെക്കൻഡ് വൺ പറയുന്നത് ഡിവൈസിങ് എ കോമ്പറ്റിറ്റീവ് bidding among the insurance firms and third party administratives which can reduce the administrative cost.
അതായത് ഇൻ കേസ് നമുക്കറിയാം പല ഇൻഷുറൻസ് കമ്പനികളൊക്കെ അവരൊക്കെ ആയിട്ട് ഒരു ബന്ധം സ്ഥാപിച്ചിട്ട് അവര് നമുക്കറിയാം അഡ്മിനിസ്ട്രേറ്റീവ് തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് അവരായിരിക്കും. എംപ്ലോയേഴ്സിന്റെ അല്ലെ ഡെയിലി വർക്കും ഡേറ്റും അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ സാലറി ബേസ് ചെയ്തിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഒക്കെ കൃത്യമായിട്ട് തന്നെ അത്തരത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് വർക്കൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് നമുക്കറിയാം ഇൻഷുറൻസ് ഫേമുകളൊക്കെ ആയിരിക്കും. അപ്പൊ നമുക്കറിയാം അത്രയും പോസ്റ്റുകൾ തൊഴിലുടമ വഹിക്കേണ്ടതായിട്ട് വരില്ല. അപ്പൊ അതിനുള്ള ഒരു ചാൻസ് തേർഡ് പാർട്ടീസിന് അവിടെ പ്രൊവൈഡ് ചെയ്യുകയാണ്. ഓക്കെ, മനസ്സിലാവുന്നില്ലേ? ഓക്കെ അല്ലേ? അതായത് തൊഴിലുടമ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും അല്ലെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജ് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരുപാട് റിസ്ക് എടുക്കാനായിട്ട് അവര് തയ്യാറാവില്ല. ചെറിയ രീതിയിലുള്ള റിസ്ക് എടുത്തിട്ട് ബെനിഫിഷ്യൽ ആയിട്ടുള്ള എംപ്ലോയീസിന് എന്തെങ്കിലും ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടായിരിക്കും അവർ ആഗ്രഹിക്കുന്നത്. സോ ചെറിയ രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ എംപ്ലോയീസിൽ നിന്ന് മേടിച്ചെടുക്കാനായിട്ട് അവർ താല്പര്യപ്പെടും. വ്യത്യസ്ത സ്ലാബുകളിൽ അത് യൂസ് ചെയ്യാനായിട്ട് മനസ്സിലാക്കും. അതേപോലെ തന്നെ നമുക്കറിയാം ഇൻഷുറൻസ് കമ്പനികളുടെ അല്ലെ ഒരു പാർട്ണർഷിപ്പോട് കൂടിയിട്ടൊക്കെ ആയിരിക്കും എന്തെങ്കിലും ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ മെഡിക്കൽ ക്ലെയിമുകളൊക്കെ അവർക്ക് അനുവദിച്ചു കൊടുക്കുന്നത്. അപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലുള്ള പോസ്റ്റുകളൊക്കെ ഈ തേർഡ് പാർട്ടീസ് അതായത് മറ്റു ഇൻഷുറൻസ് കമ്പനികളൊക്കെ ഹാൻഡിൽ ചെയ്യും. ഓക്കെ അല്ലേ? നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ തേർഡ് പോയിന്റ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എംപ്ലോയി അസിസ്റ്റൻസ് ആൻഡ് വെൽനെസ് പ്രോഗ്രാംസ് വിച്ച് ക്യാൻ കൺട്രോൾ ഫ്യൂച്ചർ മെഡിക്കൽ ക്ലെയിംസ് ആൻഡ് റെഡ്യൂസ് ആബ്സെന്റീസം. നമുക്കറിയാം എംപ്ലോയീസിന്റെ അല്ലെ മറ്റു തരത്തിലുള്ള പ്ലാൻഡ് ആയിട്ടുള്ള പ്രോഗ്രാംസുകൾ അല്ലെങ്കിൽ മെഡിക്കൽ ക്ലെയിമുകളിലൊക്കെ അവർക്ക് ഭാഗതയേറ്റം എംപ്ലോയീസിനൊക്കെ ഒരു നിശ്ചിതമായ ഭാഗതയേറ്റമൊക്കെ ലഭ്യമാകുമ്പോൾ അവരുടെ പങ്ക് അല്ലെങ്കിൽ അവരിൽ നിന്നെല്ലാം കോൺട്രിബ്യൂഷനൊക്കെ ലഭ്യമാകുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് അവർ ഇത്രയും അല്ലെ അതിന് കൃത്യമായിട്ടുള്ള പേയ്മെന്റ്സ് കൃത്യമായിട്ടുള്ള തവണകളിലൊക്കെ അടച്ചു പോകണമെന്നും ഇത്രയും ഇതൊക്കെ അല്ലെ കൃത്യമായിട്ടുള്ള തൊഴിൽ സാഹചര്യങ്ങളൊക്കെ യൂട്ടിലൈസ് ചെയ്യണമെന്നൊക്കെ കൃത്യമായ നിബന്ധനകളൊക്കെ ഉണ്ടാവും. സോ അവിടെ ആബ്സെന്റിസം ഒന്നും ഇല്ലാതെ തന്നെ അവർ വരാനായിട്ട് തയ്യാറാവുകയും ചെയ്യും. സോ ഒരുപാട് റിസ്കുകൾ തൊഴിലുടമ വഹിക്കേണ്ടതായിട്ട് വരികയില്ല. അപ്പൊ ചില ടെക്നിക്കുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും തൊഴിലുടമ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സേവന വ്യവസ്ഥകളൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും ബെനിഫിഷ്യൽ ഒക്കെ പാക്കേജുകൾ തീരുമാനിക്കുക എന്ന് മനസ്സിലാക്കുക. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ടെക്നിക്ക് പറയുന്നത് വ്യത്യസ്ത സ്ലാബുകൾ അവർക്ക് വേണ്ടിയിട്ട് അവൈലബിൾ ആക്കും. സെക്കൻഡ് വൺ ഇൻഷുറൻസ് പാർട്ടികളെ പങ്കാളിയാക്കിയിട്ടായിരിക്കും എന്തെങ്കിലും മെഡിക്കൽ ക്ലെയിമുകളൊക്കെ വാഗ്ദാനം ചെയ്യുന്നത്. അതുപോലെ അങ്ങനെ വരുമ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റുകളൊക്കെ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. തേർഡ് വൺ പറയുന്നത് നമുക്കറിയാം ആബ്സെന്റീസം ഒഴിവാക്കാനായിട്ട് നമുക്കറിയാം ഇത്രയും അല്ലെ കൃത്യതയോട് കൂടിയിട്ടുള്ള ആ ഒരു ഇത്രയും ടൈമിൽ അല്ലെങ്കിൽ ഇത്രയും പേയ്മെന്റ്സുകളൊക്കെ കൃത്യമായിട്ട് അവൈലബിൾ ആക്കുന്നവർക്കാണ് അതിന്റെ ഫുള്ളായിട്ടുള്ള എംപ്ലോയീസിന് ലഭ്യമാകുന്ന ആനുകൂല്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. സോ അങ്ങനെയൊക്കെയുള്ള ഒരു റെസ്ട്രിക്ഷൻസ് വെക്കുമ്പോൾ തീർച്ചയായിട്ടും ആബ്സെന്റിസം ഒന്നും ഇല്ലാതെ തന്നെ തൊഴിലാളികൾ വർക്ക് ചെയ്യാനായിട്ട് തയ്യാറാവുകയും ചെയ്യും. ഓക്കെ, ലാസ്റ്റ് പാരഗ്രാഫ് പറയുന്നത് കൺസിഡറിംഗ് ദ മോസ്റ്റ് പ്ലാൻസ് which are formulated by the employers also cover the dependents. The awareness has also increased with respect to informing the dependents of the employees about different types of benefit plans organized by the firm. Okay, മറ്റൊരു കാര്യം പറയുന്നത് നമ്മുടെ ആശ്രിതർക്കും എന്നുള്ള ഒരു രീതിയിൽ എന്തെങ്കിലും അല്ലെ നമുക്കറിയാം ആനുകൂല്യങ്ങൾ ലഭ്യമാകുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് അവിടെ തൊഴിലുടമയോട് ഒരു റെസ്പെക്റ്റോട് കൂടിയിട്ട് അവർക്ക് അല്ലെ വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു താല്പര്യം ഉണ്ടാകും. കാരണം നമുക്ക് മാത്രമല്ല അതിന്റെ ആനുകൂല്യങ്ങൾ എംപ്ലോയീസിന് മാത്രമല്ല ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നത് അവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആശ്രിതർക്ക് കൂടി അവൈലബിൾ ആക്കുമ്പോൾ ആ ഒരു കമ്മിറ്റ്മെന്റ് കൂടി ഓർഗനൈസേഷനോട് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഫോർ എക്സാമ്പിൾ ഇൻ ബെനിഫിറ്റ് ഓറിയന്റേഷൻ സ്പോൺസേഴ്സ് ക്യാൻ ബി ഇൻവൈറ്റഡ് ടു പാർട്ടിസിപ്പേറ്റ്. ഓക്കെ, നമുക്കറിയാം അല്ലെ മിക്കവാറും മെഡിക്കൽ ക്ലെയിംസുകളൊക്കെ എംപ്ലോയീസിന് മാത്രമല്ല അവരുടെ ഡിപ്പെൻഡൻസ് അല്ലെ അവർ ആശ്രിതർക്ക് കൂടി എന്തെങ്കിലും ലഭ്യമാക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻ കേസ് ചിലപ്പോ സ്റ്റാർട്ടിംഗ് ടൈമിൽ ഓറിയന്റേഷൻ ടൈമുകളിലൊക്കെ ചില ക്ലെയിമുകളൊക്കെ ഫ്രീ ആയിട്ടൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം നല്ല രീതിയിലുള്ള എംപ്ലോയീസിനെ കണ്ടെത്താൻ വേണ്ടിയിട്ടൊക്കെ ചില ട്രിക്കുകൾ കൂടിയാണ് കമ്പനി അങ്ങനെയുള്ള ഒരു അവൈലബിലിറ്റി അവിടെ സ്പോൺസർ ചെയ്യുന്നത്. എനിവേ തീർച്ചയായിട്ടും നമുക്കറിയാം ഒരിക്കലും തൊഴിലുടമ ഒരുപാട് റിസ്ക് എടുക്കാനായിട്ട് തയ്യാറാവില്ല.
ഈ റിസ്കുകളെല്ലാം പരമാവധി കുറച്ചുകൊണ്ട് എംപ്ലോയീസ് ഹാപ്പി ആകുന്ന ഒരു രീതിയിലേക്ക് ബെനിഫിഷ്യൽ പാക്കേജുകൾ അവതരിപ്പിക്കാനായിരിക്കും തീർച്ചയായിട്ടും തൊഴിലുടമ തയ്യാറാവുന്നത്. ഓക്കെ, അപ്പൊ ജസ്റ്റ് അതൊക്കെ ഒന്ന് മനസ്സിലാക്കി പോവുക. എന്താണ് കോസ്റ്റ് കണ്ടെയ്ൻമെന്റ് എന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കി എടുക്കുക. അതായത് ദ മെയിൻ ഫോക്കസ് റിമെയിൻ either on the reduction of the size of the claim or decreasing the administrative cost linked with the benefits plans. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ ബെനിഫിറ്റ്സ് അല്ലെ, ഒരുപാട് ബെനിഫിറ്റ്സ് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് ഒക്കെ ഒരുപാട് വഹിക്കാനായിട്ട് തൊഴിലുടമ തയ്യാറാവുന്നില്ല എന്ന എംപ്ലോയീസിനെ ഹാപ്പി ആക്കാനായിട്ടുള്ള ബെനിഫിഷ്യൽ പാക്കേജുകൾ അവർ അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് കോസ്റ്റ് കണ്ടെയ്ൻമെന്റിൽ പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? പോയിന്റ് ഓക്കെ അല്ലേ? നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. ഇതാണ് കമ്മ്യൂണിക്കേഷൻ. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ. നല്ല രീതിയിൽ ബെനിഫിഷ്യൽ പാക്കേജുകൾ ലഭ്യമാക്കണമെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ആണ് ആവശ്യമാണ്. കാരണം എംപ്ലോയീസിന്റെ ഇൻട്രസ്റ്റ് എന്താണെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലെ. Earlier, not much attention was paid towards communicating different types of benefits plans to the employees by the employers. അതായത് എംപ്ലോയർ ഇങ്ങനെ തൊഴിലാളികൾക്ക് ഇങ്ങനെയുള്ള ബെനിഫിഷ്യൽ പാക്കേജ് ഒക്കെ കൊടുക്കുമ്പോൾ അധികം അല്ലെ കമ്മ്യൂണിക്കേഷൻ അധികം പ്രാധാന്യം കൊടുക്കാറില്ല പഴയ കാലഘട്ടങ്ങളിലൊക്കെ. The main attitude behind this was that the employers thought that any kind of a benefit which is provided to the employees will be appreciated by them. ഓക്കെ, അവരുടെ ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ആനുകൂല്യം കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ തീർച്ചയായിട്ടും എംപ്ലോയീസ് ഭയങ്കരമായിട്ട് വിലമതിക്കും എന്നുള്ള ഒരു ധാരണയാണ് പഴയ കാലഘട്ടത്തിൽ. നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം ഈ എംപ്ലോയീസ് എന്ന് പറയുന്നത് അല്ലെ, അവരുടെ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് ഒരു വലിയ അസറ്റ് തന്നെയാണ്. സോ അവരെ എത്രത്തോളം ഹാപ്പി ആക്കുക അല്ലെങ്കിൽ അവർ സാറ്റിസ്ഫൈഡ് ആയാൽ മാത്രമാണ് ഓർഗനൈസേഷന് നല്ല രീതിയിൽ ബെനിഫിറ്റുകൾ അല്ലെങ്കിൽ അവരുടെ ഔട്ട്കംസ് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. സോ നേരത്തെയുള്ള ധാരണകളുടെ അടിസ്ഥാനത്തിൽ അവരൊക്കെ എന്തെങ്കിലും ബെനിഫിറ്റ്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എന്താണ് അവർ ലഭ്യമാകുന്ന ഒരു സാധാരണ രീതിയിൽ ലഭ്യമാകുന്ന അല്ലെങ്കിൽ അവര് അപ്രിസിയേറ്റ് ചെയ്യും എന്നുള്ളൊരു ധാരണയാണ്. The literature prepared by the insurance company for the coverage was the only available information which was provided to the employees. എംപ്ലോയീസിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഇൻഷുറൻസ് കമ്പനി കൊടുക്കുന്ന ബുക്ക്ലെറ്റ്സോ അതിൽ നിന്നുള്ള അറിവുകളൊക്കെ മാത്രമാണ് അവിടെ അവൈലബിൾ ആക്കി കൊടുക്കുന്നുണ്ടായിരുന്നുള്ളൂ. ബട്ട് ഇൻ ദ റീസെന്റ് പാസ്റ്റ് ദി സിറ്റുവേഷൻ ഹാസ് ചേഞ്ച്ഡ് സിഗ്നിഫിക്കന്റ്ലി. അതായത് നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ അതിന് വേരിയേഷൻസ് ഉണ്ട് അല്ലെ. എംപ്ലോയീസ് എന്ന് പറയുന്നതാണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്ന അവിടെ വലിയൊരു അസറ്റ് ആണ്. സോ അവര് ഹാപ്പി ആവണമെങ്കിൽ ഏതൊക്കെ രീതിയാണെന്നുള്ളത് അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ അല്ലെ. പഴയ കാലഘട്ടത്തിന്റെ അനുസരിച്ചിട്ട് ഏതെങ്കിലും ഒരു ട്രഡീഷണൽ ആയിട്ട് പരമ്പരാഗതമായിട്ട് എന്താണോ കൊടുത്തത് അത് കൊടുത്തു പോയാലൊന്നും ഇപ്പോഴത്തെ എംപ്ലോയീസ് ഹാപ്പി ആവണമെന്നില്ല അല്ലെ. നല്ല ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിന് അതിനനുസരിച്ചിട്ടുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ ലഭ്യമാകേണ്ടതാണ് അല്ലെ. The different types of information related to benefits plans are required to be given to the employees by the employers according to the legal framework. നമുക്കറിയാം അല്ലെ, വ്യത്യസ്ത തരത്തിലുള്ള നിയമപരമായിട്ടുള്ള അവകാശങ്ങൾ കൂടി എംപ്ലോയീസിന് നമുക്കറിയാം അവൈലബിൾ ആണ് ഇപ്പൊ അല്ലെ. എന്താണ് ആക്ട്, എന്താണ് വിവരാവകാശ നിയമം, എന്താണ് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് പ്രൊട്ടക്ഷൻ അല്ലെ, എല്ലാത്തിന്റെയും ആക്ടുകളും നിയമങ്ങളും അതെല്ലാം തന്നെ കൃത്യമായിട്ട് എംപ്ലോയീസിനൊക്കെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. സോ തീർച്ചയായിട്ടും നമുക്കറിയാം നല്ല ഇൻഫോർമേഷൻസ് അവിടെ പാസ് ചെയ്യേണ്ടത് ഈ കാലഘട്ടത്തിന് പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. Apart from this, most of the employers have found that the employees are not serious about the different types of benefit plans and they do not understand the significance of these benefits plans for themselves and for their families. ഓക്കെ, നമുക്കറിയാം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തൊഴിലാളികൾക്ക് മാത്രമുള്ള ഒരു ബെനിഫിഷ്യൽ പാക്കേജുകൾ ഒന്നല്ല ഇപ്പൊ എല്ലാവരും ആഗ്രഹിക്കുന്ന അവരുടെ ഫാമിലീസിലെ മറ്റ് മെമ്പേഴ്സും കൂടി അല്ലെ ആശ്രിതർക്കും കൂടി അവിടെ തീർച്ചയായിട്ടും അവൈലബിൾ ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എന്താണ് സീരിയസ് അബൌട്ട് ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബെനിഫിറ്റ്സ് പ്ലാൻസ് ആൻഡ് ദേ ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദീസ് ബെനിഫിറ്റ്സ് പ്ലാൻസ് ഫോർ ദെംസെൽഫ് ആൻഡ് ഫോർ ദെയർ ഫാമിലീസ് അല്ലെ. അവർക്ക് തീർച്ചയായിട്ടും അറിയേണ്ടത് നമുക്കും മാത്രമല്ല നമ്മുടെ ആശ്രിതർക്ക് അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ടവർക്കും ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യമുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് അറിയണമെന്ന് തീർച്ചയായിട്ടും ഏതൊരു എംപ്ലോയിയും ആഗ്രഹിക്കുന്നു. Moreover, the cost which is incurred by the employer is not recognized by the അല്ലെ. അവിടെ നമുക്കറിയാം
എംപ്ലോയർ അല്ലെ അവിടെ അംഗീകാരം കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും കോസ്റ്റിന്റെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ അനലൈസ് ചെയ്യേണ്ടതും ആവശ്യമാണ് അല്ലെ. which arise due to different types of misunderstandings regarding the benefits plans can be reduced significantly with the help of effective communication. അതായത് തീർച്ചയായിട്ടും തൊഴിലുടമയാണെങ്കിൽ ഒരുപാട് കോസ്റ്റ് വഹിക്കാനായിട്ട് അവർ അംഗീകരിക്കണമെന്നില്ല അല്ലെ. കോസ്റ്റ് വിച്ച് ഈസ് ഇൻക്ലൂഡ് by the employer is not recognized by them. അവര് ഒരുപാട് റിസ്ക് എടുക്കാനായിട്ട് തൊഴിലുടമയും ആഗ്രഹിക്കുന്നില്ല. എന്നാൽ എംപ്ലോയീസിനാണെങ്കിൽ കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ കിട്ടിക്കഴിയുമ്പോഴാണ് അവരും ഹാപ്പി ആവുന്നത്. സോ ഈ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ഇങ്ങനെയുള്ള ആ ഒരു താല്പര്യക്കേടൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നല്ലൊരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെ. അപ്പൊ നമുക്ക് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് regarding the benefits plan can be reduced significantly with the help of effective communication. ഈ ഒരു അസംതൃപ്തി അല്ലെങ്കിൽ ഒരുപാട് കോസ്റ്റ് വഹിക്കാനായിട്ട് തൊഴിലുടമയ്ക്ക് താല്പര്യമില്ല, തൊഴിലാളികൾക്കാണെങ്കിൽ അല്ലെ ഒരുപാട് ഇൻഫോർമേഷൻസ് കിട്ടണമെന്ന് അവരും ആഗ്രഹിക്കുന്നുണ്ട്. എത്രമാത്രം റിസ്ക് ആണ് എടുക്കണേന്നൊക്കെ കൃത്യമായിട്ട് അറിയണമെന്നുള്ള ആഗ്രഹം തൊഴിലാളികൾക്കുണ്ട്. പഴയ കാലഘട്ടത്തിൽ മാതിരി എന്തെങ്കിലും ബെനിഫിഷ്യൽ പാക്കേജ് കൊടുത്താൽ അതിനെ അപ്രീസിയേറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടമല്ല ഈ കാലഘട്ടത്തിലുള്ളത്. സോ തീർച്ചയായിട്ടും നമ്മുടെ ഒരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ അവിടെ ആവശ്യമാണ്. This can also help decrease the employee turnover based upon the degree to which the employees understand the real value of these benefits plans. Okay, നമുക്കറിയാം നല്ല ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ അവൈലബിൾ ആകുന്ന കമ്പനിയിൽ വർക്ക് ചെയ്യാനായിട്ട് എംപ്ലോയീസ് ഒക്കെ താല്പര്യപ്പെടുകയും ഒരുപാട് അല്ലെ എന്തെങ്കിലും ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ നമുക്ക് നമ്മുടെ ആശ്രിതർക്കൊക്കെ ലഭ്യമാകുന്നുണ്ടെങ്കിൽ അവിടെ വർക്ക് ചെയ്യാനല്ലേ അവർ താല്പര്യപ്പെടുക അല്ലെ. ഓക്കെ, അത്തരത്തിലുള്ള കമ്പനികളിൽ വർക്ക് ചെയ്യാനാണ് എംപ്ലോയീസ് ഒക്കെ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം അവിടെ നിന്ന് എംപ്ലോയീസ് വിട്ടുപോകുന്നത് കുറവായിരിക്കും അല്ലെ. ടേൺ ഓവർ റേറ്റ് മിക്കവാറും അതിനെ ആശ്രയിച്ചിരിക്കും. നമുക്ക് സാലറി, അഡീഷണൽ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ടാണ് എംപ്ലോയീസ് കമ്പനികളൊക്കെ തിരഞ്ഞെടുക്കുന്നത്. നല്ല ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ഒക്കെ കിട്ടുന്ന ജോലിക്ക് പോകില്ല അല്ലെ. അവിടെ അഡീഷണൽ ആയിട്ട് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ട്, അത് നമ്മുടെ ആശ്രിതർക്ക് കൂടി ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യമാണോ അല്ലെ. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തതിനു ശേഷമാണ് നല്ല ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ഒക്കെ വർക്ക് കമ്പനികളൊക്കെ തെരഞ്ഞെടുക്കുന്നത്. സോ നമുക്കറിയാം ടേൺ ഓവർ റേറ്റ് ഒക്കെ അതിനനുസരിച്ചിട്ടാണ് നിശ്ചയിക്കുന്നത്. At the same time, the significance of communication for gaining support of employers is also recognized by the employees, so that the items of cost containment become a success. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം എപ്പോഴും കോസ്റ്റ് കൺട്രോൾ ചെയ്ത് പോകണം അല്ലെ. തൊഴിലുടമയ്ക്കാണെങ്കിലും ഒരുപാട് റിസ്ക് എടുത്ത് അവരെ ഹാപ്പി ആക്കാനായിട്ടൊന്നും താല്പര്യം ഉണ്ടാവില്ല. എന്നാൽ തൊഴിലാളികൾ വിട്ടുപോകാൻ, നല്ല ടാലന്റായിട്ടുള്ള തൊഴിലാളികൾ വിട്ടുപോകാനും സാധിക്കും അല്ലെ. അവരെ വിട്ടുകളയാനായിട്ട് അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ എംപ്ലോയേഴ്സ് എപ്പോഴും അംഗീകരിക്കുന്നത് എന്തെങ്കിലും കോസ്റ്റ് കുറഞ്ഞ താല്പര്യങ്ങളായിരിക്കും അവർ അംഗീകരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്കറിയാം എംപ്ലോയീസ് ആണെങ്കിലും അവർക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടോ എന്ന് കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അവരും അത് അംഗീകരിക്കുന്നത്. സോ അവിടെ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ആണ്. As employees are provided with more choice in respect of their own benefits, the importance of the benefits of communication is increasingly essential. Okay, നമുക്കറിയാം അപ്പൊ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്താ പറയുന്നത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് as employees are provided with more choice in the respect of their own benefits അല്ലെ. ഇപ്പൊ നമുക്കറിയാം അവരുടെ താല്പര്യം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഗ്രഹിക്കണമെങ്കിൽ അവിടെ തീർച്ചയായിട്ടും നല്ലൊരു ആശയവിനിമയത്തിനുള്ള സാധ്യത ഉണ്ടാവും അല്ലെ. അപ്പോഴാണ് എംപ്ലോയീസിന്റെ താല്പര്യം നമുക്ക് കൃത്യമായിട്ട് തൊഴിലുടമയ്ക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതില് നമുക്കറിയാം ഒരുപാട് റിസ്ക് എടുക്കാതെ ഏത് താല്പര്യത്തിനെയാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുക എന്നുള്ളത് തൊഴിലുടമയും ചിന്തിക്കും. കാരണം ഹൈ റിസ്ക് എടുത്ത് തൊഴിലാളികളെ സംതൃപ്തിപ്പെടുത്തി കൊണ്ടുപോകാനായിട്ടും അവർക്കും ബുദ്ധിമുട്ടായിരുന്നു. സോ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ബെറ്റർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മൾ ബെനിഫിഷ്യൽ പാക്കേജുകൾ തീരുമാനിക്കുമ്പോൾ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. സോ ആ രീതിയിൽ ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ ഓപ്ഷനിൽ കേസ് ബെറ്റർ കമ്മ്യൂണിക്കേഷന്റെ ആവശ്യകതയുണ്ടോ എന്നുള്ള രീതികൾ മനസ്സിലാക്കുമ്പോൾ കേസ് ചിലപ്പോൾ ആണെങ്കിൽ ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ ടേൺ ഓവർ റേറ്റ് എങ്ങനെയായിരിക്കും, കുറവായിരിക്കും അല്ലെ. ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജുകൾ കണ്ടെത്താനായിട്ട് സാധിക്കുകയും ചെയ്യും. എംപ്ലോയർക്ക് ഒരുപാട് റിസ്ക് എടുക്കാൻ പറ്റാത്ത തരത്തിലുള്ള രീതിയിലുള്ള പാക്കേജ് കണ്ടെത്താനായിട്ട് സാധിക്കുകയും ചെയ്യും.
അങ്ങനെ വരുമ്പോൾ തൊഴിലാളികൾ അല്ലെ അവിടെ നിന്ന് വിട്ടുപോകാനായിട്ട് സാധ്യത കുറവായിരിക്കും. ഇവിടെ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻസ് reducing, which regard reducing significance of effective communication. The dissatisfaction which arises due to different types of misunderstandings regarding the benefits plans can be reduced significantly with the help of a dash. Question. So, effective communication or employees satisfied കൃത്യമായിട്ട് തന്നെ കോസ്റ്റ് കുറഞ്ഞ രീതിയിൽ കൃത്യമായിട്ടുള്ള രീതി ഏതാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നോട്ട് ചെയ്തിട്ടുള്ള സെന്റൻസ്. ഓക്കെ, ക്ലിയർ ആണോ? എന്താണ് ബെറ്റർ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്? നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഇമ്പോർട്ടൻസ് ഓഫ് എംപ്ലോയി ബെനിഫിറ്റ്സ് ആണ്. നമ്മൾ കണ്ടത് ഈ പറഞ്ഞ മാതിരി തന്നെ അല്ലെ, ബെനിഫിഷ്യൽ പ്ലാൻ തീരുമാനിക്കുമ്പോൾ പല കാര്യം ശ്രദ്ധിക്കണമെന്നുള്ള കാര്യമാണ്. അവിടെ കോസ്റ്റ് അധികമാവാൻ പാടില്ല, നല്ല രീതിയിലുള്ള കൃത്യമായിട്ടുള്ള രീതി ഏതാന്നുള്ളത് ബെറ്റർ കമ്മ്യൂണിക്കേഷനോടുകൂടിയാണ് നമ്മൾ നടപ്പാക്കുന്നത്. അവരുടെ എംപ്ലോയീസിന്റെ താല്പര്യം വ്യത്യസ്ത മെത്തേഡിൽ കൂടെ അറിയാനായിട്ട് സാധിക്കും. ആ മെത്തേഡിൽ തന്നെ ചില ക്വസ്റ്റ്യൻസ് കാണാറുണ്ട് കേട്ടോ. അതായത് ചെറിയ ചെറിയ ഫേം ആണെങ്കിൽ ഏതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള മെത്തേഡ്, അല്ലെ അവരുടെ ചോയ്സ് എന്താണ്, ഗ്രഹിക്കാനുള്ള മെത്തേഡ് ഏതാണെന്നൊക്കെ ഉള്ളത് നോട്ട് ചെയ്ത് ടൈമില് പറഞ്ഞെന്ന് തോന്നുന്നു. ഇല്ലേ, പറഞ്ഞില്ലായിരുന്നോ? നോട്ട് ചെയ്യാനായിട്ട് ജസ്റ്റ് നോട്ട് ചെയ്ത് പോവാ. പ്രൊബേഷണറി പീരീഡില് നമുക്കറിയാം റിസ്ക് അല്ലെ, തൊഴിലുടമയെ സംബന്ധിച്ച് റിസ്ക് കുറവായിരിക്കും. അതൊക്കെ നോട്ട് ചെയ്ത് പോവാ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഇമ്പോർട്ടൻസ്. എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് എംപ്ലോയി ബെനിഫിറ്റ്സ്? ഈ എംപ്ലോയി ബെനിഫിറ്റ്സിന്റെ പ്രാധാന്യം എന്താന്നുള്ള കാര്യമാണ് നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത്. അതിന്റെ ഹെഡിങ്സ് ഒക്കെ നിങ്ങൾ മസ്റ്റ് ആയിട്ട് മനസ്സിലാക്കി പോവുക. ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, ഇമ്പോർട്ടൻസ് ഉണ്ട്, അല്ലെ, പല കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് മസ്റ്റ് ആയിട്ടും ഇതിൽ പെടാത്തത് ഏത് പെടുന്നത് ഏത് എന്നൊക്കെ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഹെഡിങ്സ് മസ്റ്റ് ആയിട്ട് മനസ്സിലാക്കി പോവുക. ഫസ്റ്റ് വൺ പറയുന്നത് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഫോർ വർക്കേഴ്സ്, റിഡക്ഷൻ ഇൻ അഡ്മിഷൻ റേറ്റ്, the enhancement of productivity, create trust and warmth in employer-employee relationship. നമ്മൾ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ ബേസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ഇതിലുണ്ടാവും അതിന്റെ പ്രാധാന്യം എന്താന്നുള്ളത്, അല്ലെ. നമുക്കറിയാം റിഡക്ഷൻ റേറ്റ്, ഇപ്പൊ ടൈം റേറ്റ് നമുക്ക് ജസ്റ്റ് ഡിസ്കസ് ചെയ്തേ ഉള്ളൂ. അതേമാതിരി തന്നെ അവര് നന്നായിട്ട് കമ്മിറ്റ്മെന്റോടുകൂടി വർക്ക് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ, റിലേഷൻ നല്ല ബെറ്റർ ആയിട്ടുള്ള ഒരു എംപ്ലോയീസ് ബെനിഫിറ്റ്സ് പാക്കേജുകളൊക്കെ അവൈലബിൾ ആകുമ്പോൾ അവിടെ സിൻസിയർ ആയിട്ടൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം പോയിന്റ് വൈസ് ആയിട്ട്. ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഫോർ വർക്കേഴ്സ്. എന്താണ് അതിൽ പറയുന്നത്? ഫ്രണ്ട്ലി ബെനിഫിറ്റ്സ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഹെൽപ്പ് ദ എംപ്ലോയീസ് ടു ബി ഫിനാൻഷ്യലി സൗണ്ട്. ഓക്കെ, നേരിട്ടോ അല്ലാതെയോ ചിലപ്പോൾ വേണമെങ്കിൽ നമുക്കറിയാം സാലറിയുടെ ഒപ്പം നമ്മുടെ അഡീഷണൽ ആയിട്ട് കിട്ടുന്നില്ല എങ്കിലും ചിലപ്പോൾ റിട്ടയർമെന്റ് ടൈമുകളിലൊക്കെ ആയിരിക്കും നമുക്ക് അതിന്റെ ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ കിട്ടുന്നത്. അല്ലെങ്കിൽ അല്ലെ, അവിടെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നില്ലെങ്കിലും അല്ലാതെ തന്നെ നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള സൗണ്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു പാക്കേജുകളൊക്കെയാണ് തീർച്ചയായിട്ടും ബെനിഫിഷ്യൽ പാക്കേജുകളായിട്ട് ലഭ്യമാകുന്നത്, അല്ലെങ്കിൽ ഫ്രണ്ട്ലി ബെനിഫിറ്റ്സ് ലഭ്യമാകുന്നത്. എക്സാമ്പിൾ മെഡിക്കൽ അസിസ്റ്റൻസ്, കൺസ്യൂമർ സൊസൈറ്റീസ് ആൻഡ് ലീഗൽ ആൻഡ് എഡ്യൂക്കേഷൻ അസിസ്റ്റൻസ്. ഓക്കെ, നമുക്കറിയാം അതിന്റെ എക്സാമ്പിൾസ് സഹിതം തരുന്നുണ്ട്. ഇപ്പൊ മെഡിക്കൽ അസിസ്റ്റൻസ് എന്നൊക്കെ പറയുമ്പോൾ അല്ലെ, അവിടെ സാലറിയുടെ ഒപ്പം കിട്ടുന്നതല്ല, മെഡിക്കൽ സംബന്ധമായ സാഹചര്യങ്ങൾ വരുമ്പോഴാണ് അതിന്റെ ബെനിഫിഷ്യൽ പാക്കേജുകൾ എംപ്ലോയീസിന് നേടിയെടുക്കാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ കൺസ്യൂമർ സൊസൈറ്റീസ്. എന്താണ് കൺസ്യൂമർ സൊസൈറ്റീസിൽ നമ്മൾ കണ്ടെയ്നർ കോട്ടേജിലൊക്കെ താമസിക്കുന്നവർക്ക് മിതമായ നിരക്കിലൊക്കെ സാധനങ്ങളൊക്കെ മാർക്കറ്റിൽ പോയി സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളിലൊക്കെ അവൈലബിൾ ആണ്, അല്ലെ, മിതമായ നിരക്കിലൊക്കെ സാധനങ്ങളൊക്കെ അവൈലബിൾ ആക്കി കൊടുക്കുന്ന ഒരു സേവനം. അതേമാതിരി തന്നെ ലീഗൽ ആൻഡ് എഡ്യൂക്കേഷൻ അസിസ്റ്റൻസ്. അതായത് തൊഴിലാളികൾക്ക് എന്തെങ്കിലും നിയമപരമായിട്ടുള്ള ആവശ്യകതകൾ ഉണ്ടായെങ്കിൽ അല്ലെ, കമ്പനി കുറെ ലോയും കാര്യങ്ങളൊന്നും ചിലപ്പോൾ നല്ല ഒരു അവയർനെസ് എംപ്ലോയീസിന് ലഭ്യമാകണമെന്നില്ല.
സോ അവർക്ക് ലീഗൽ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു. നമ്മൾ പലതും കണ്ടതാണ് അല്ലെ, കൗൺസിലേഴ്സിനെ ഒരുക്കി കൊടുക്കുന്നു, എഡ്യൂക്കേഷൻ അസിസ്റ്റൻസ്, അതായത് എന്തെങ്കിലും ലോണും സൗകര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അവരുടെ ആശ്രിതർക്കോ തൊഴിലാളികളുടെ ആശ്രിതർക്കൊക്കെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങളൊക്കെ അവരുടെ അവൈലബിൾ ആക്കി കൊടുക്കുക. ഇതൊക്കെ നേരിട്ട് നമുക്കറിയാം ഡയറക്റ്റ് ആയിട്ട് എന്താണ് സാലറിയുടെ ഒപ്പം ലഭ്യമാക്കുന്ന കാര്യമൊന്നല്ല. അതാത് സാഹചര്യങ്ങളിൽ ഫേസ് ചെയ്ത് പോകുമ്പോൾ അതാത് എംപ്ലോയേഴ്സിന് ഇതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നീതിയിരിക്കാൻ സാധിക്കും. ചിലപ്പോഴൊക്കെ നമുക്കറിയാം ചിലരൊക്കെ അല്ലെ തൊഴിലാളികളൊക്കെ കുറെ ബെനിഫിഷ്യൽ പ്ലാനുകൾ നോക്കുമ്പോൾ നമുക്ക് അല്ലെ ഈ എംപ്ലോയിക്ക് നല്ല ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയിക്ക് ഏറ്റവും യൂട്ടിലൈസേഷൻ ഇൻ കേസ് ചിലപ്പോൾ കുട്ടികളുടെ പഠനത്തിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ പാരന്റ്സിനെ അതിന്റെ മെഡിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചോ അങ്ങനെ പല കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ടാണ് അവര് കമ്പനിയുടെ സെലക്ഷൻ ഒക്കെ നടത്തുന്നത് അല്ലെ. അപ്പൊ എന്ത് ആനുകൂല്യമാണോ ആ ആനുകൂല്യം തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ ഫിനാൻഷ്യലി അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആനുകൂല്യങ്ങളൊക്കെ തന്നെയാണ്. ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ എംപ്ലോയീസിന് സപ്പോർട്ട് ചെയ്യുന്ന ആനുകൂല്യങ്ങളാണ്. Such benefits result in a substantial savings which can be invested for financial security and after retirement. Okay, നമുക്കറിയാം അവരുടെ ആവശ്യകത അനുസരിച്ചിട്ടാണ് അവര് ഫിനാൻഷ്യലി ഇൻവെസ്റ്റ് ചെയ്ത് പോകുന്നത്. ചിലപ്പോൾ സാലറിയിൽ ചെറിയൊരു പ്രൊപ്പോർഷന്റെ എമൗണ്ട് ഒക്കെ അവര് തീർച്ചയായിട്ടും കളക്ട് ചെയ്യുന്നുണ്ടാവാം അല്ലെ, തൊഴിലുടമയിൽ നിന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ തൊഴിലാളികളിൽ നിന്നും ചെറിയ രീതിയിലൊക്കെ കോൺട്രിബ്യൂഷൻസ് സംഭാവനകളൊക്കെ നേടിയെടുത്തിട്ടായിരിക്കാം ചിലപ്പോൾ ചില ബെനഫിഷ്യൽ പാക്കേജുകളൊക്കെ അവർക്ക് ലഭ്യമാകുന്നത്. പക്ഷെ തീർച്ചയായിട്ടും അവരുടെ തന്നെ അല്ലെ ഒരു സേവിങ്സ് തന്നെയാണ്. കാരണം അവർക്ക് ഏതെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോഴാണ് അതിൻ്റെതായിട്ടുള്ള എംപ്ലോയീസിന്റെ ആവശ്യങ്ങൾക്ക് അനുസൃതമായിട്ടാണ് അത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധ്യമാകുന്നത്. Then second point, reduction in attrition rate. Reduction in attrition rate എന്ന് പറയുന്നത് അതായത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോയിന്റ് ഒക്കെ തന്നെയാണ്. അതായത് അവിടെ നിന്ന് വിട്ടുപോകുന്ന റേറ്റ് നല്ല ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ എംപ്ലോയീസിന് ലഭ്യമാകുന്നതാണെങ്കിൽ അവര് ആ കമ്പനിയോട് ഒരു ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യാനായിരിക്കും അവർക്ക് താല്പര്യം. അവിടെ നിന്ന് വിട്ടുപോകുന്ന കാര്യം അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. ശരിയാണോ? അവർക്ക് കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം കൊടുക്കുന്നു, മെഡിക്കൽ അലവൻസുകൾ പ്രൊവൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ടൂർ പാക്കേജുകളൊക്കെ കൊടുക്കുന്നു. അങ്ങനെ പല വിധത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ കൊടുക്കുമ്പോൾ അല്ലെ കേസ് ട്രാവലിംഗ് സൗകര്യങ്ങൾ, കാന്റീൻ സർവീസ്, അങ്ങനെ പലതരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ ആവുമ്പോൾ അവർക്ക് ആ കമ്പനിയിൽ വന്നു പോവാൻ തന്നെയായിരിക്കും താല്പര്യം അല്ലെ. ഒരു ലോങ് ടൈം ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് അവരോട് ഉണ്ടാവാൻ സാധ്യതയുണ്ടാവോ? അങ്ങനെയുള്ള സാധ്യത ഉണ്ടാവും. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം ഈ ഒരു കമ്മിറ്റ്മെന്റ് വരണമെങ്കിൽ തൊഴിലാളികളുടെ ബുദ്ധിമുട്ട് എന്താണെന്നോ അല്ലെ അത് മനസ്സിലാക്കിയിട്ട് അവരുടെ ഇൻട്രസ്റ്റിന് അനുസരിച്ചിട്ടുള്ള ബെനിഫിഷ്യൽ പാക്കേജുകൾ അവിടെ അവൈലബിൾ ആകും അല്ലെ. അത് അനുസരിച്ചിട്ട് അവൈലബിൾ ആകുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് തൊഴിലാളികൾക്ക് ആ ഒരു കമ്പനിയോട് ഒരു കമ്മിറ്റ്മെന്റ്, ഒരു കടപ്പാടുണ്ടാവും, അല്ലെങ്കിൽ സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു ബോധ്യം അവർക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ അതനുസരിച്ചിട്ട് തന്നെ അവർ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യും. Then fringe benefits induce long-time commitment on the part of workers. This results in a reduction of training and recruitment cost. ഇങ്ങനെ വിട്ടുപോകാനുള്ളവരൊക്കെ പറയുകയാണെങ്കിൽ വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് ഒരു കമ്പനിയിൽ എംപ്ലോയീസ് അവിടെ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ വർക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ അവിടെ ഇടയ്ക്കിടയ്ക്ക് നല്ല വേക്കൻസി വരേണ്ട ആവശ്യകതയില്ല. അതേസമയം അവര് വന്ന് ഒരു വർഷം വർക്ക് ചെയ്ത് അപ്പോഴേക്കും അവിടെ നിന്ന് വിട്ടുപോകാനായിട്ട് താല്പര്യം കാണിക്കുന്നു. അങ്ങനെ വരുന്ന സാഹചര്യമാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വേക്കൻസി ഫില്ല് ചെയ്യേണ്ട അവസ്ഥ വരുന്നു. ഇടയ്ക്കിടയ്ക്ക് വേക്കൻസി ഫില്ല് ചെയ്യണമെങ്കിൽ നമുക്കറിയാം എന്താണ് ആദ്യം റിക്രൂട്ട്മെന്റ് നടപടികൾ സ്വീകരിക്കണം, ആപ്ലിക്കേഷനിൽ നിന്ന് ഏറ്റവും നല്ല മോസ്റ്റ് സൂട്ടബിൾ ആയതിനെ സെലക്ട് ചെയ്യണം, അവർക്ക് ട്രെയിനിങ് കൊടുക്കണം. അതിനൊക്കെ നമുക്കറിയാം അതിനനുസരിച്ചിട്ടുള്ള പോസ്റ്റുകൾ കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരും വരില്ലേ, അതിനനുസരിച്ചിട്ടുള്ള ചെലവുകൾ ഉണ്ടാവില്ലേ. അപ്പൊ തീർച്ചയായിട്ടും ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം ഇത്തരത്തിലുള്ള കോസ്റ്റുകൾ റെഡ്യൂസ് ചെയ്ത് പോകണമെങ്കിൽ എംപ്ലോയീസ് അവിടെ തുടർന്ന് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ്. നല്ല രീതിയിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ അവർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കമ്പനിയോട് ഒരു ആത്മാർത്ഥത ഉണ്ടാവും, അവര് നല്ല ആത്മാർത്ഥമായിട്ട് തന്നെ വർക്ക് ചെയ്യാനായിട്ട് തയ്യാറാവും. അപ്പോ അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എംപ്ലോയീസിന് ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജുകളൊക്കെ അവൈലബിൾ ആക്കണം എന്നുള്ളത്. Fringe benefits are key factors
that have a bearing on the employee's decision to leave or continue with his employer. നമുക്കറിയാം അവിടെ അല്ലെ ബെനിഫിറ്റ്സുകൾ നല്ലൊരു പ്രധാനപ്പെട്ട ഘടകമാണ് എംപ്ലോയീസിന് തീരുമാനം എടുക്കാനായിട്ട്, അതായത് എംപ്ലോയർക്കൊപ്പം പോകണ്ടേ എന്ന് തീരുമാനം എടുക്കാനായിട്ട് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. നല്ല രീതിയിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകൾ ഉണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും കണ്ടിന്യൂ ചെയ്യാനായിട്ടായിരിക്കും ആഗ്രഹിക്കുന്നത്. തേർഡ് പോയിന്റ് പറയുന്നത് എൻഹാൻസ്മെന്റ് ഓഫ് പ്രൊഡക്ടിവിറ്റി. ഈ റിഡക്ഷൻ ഇൻ അട്രിഷൻ റേറ്റ് എന്നുള്ള പോയിന്റ് കേൾക്കുമ്പോൾ അറിയാതിരിക്കരുത്. അതായത് ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റ് കമ്പനിയോട് തോന്നാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ കമ്പനിയിൽ നിന്ന് വിട്ടുപോകുന്ന നിരക്ക് കുറവായിരിക്കും. നല്ല ബെനിഫിഷ്യൽ പാക്കേജുകൾ അവൈലബിൾ ആകുമ്പോൾ ഒരു കമ്പനിയോട് ആത്മാർത്ഥത ഉണ്ടാവും. സോ അവരെ കമ്പനിയിൽ വർക്ക് ചെയ്യാനായിട്ട് താല്പര്യപ്പെടും. അവിടെ നിന്ന് വിട്ടുപോകുന്ന റേറ്റ് കുറവായിരിക്കും. അതാണ് റിഡക്ഷൻ ഇൻ അട്രിഷൻ റേറ്റ്. ഓക്കെ അല്ലേ? ജസ്റ്റ് നോട്ട് ചെയ്തേര്. അപ്പോ എന്താണെന്ന് മനസ്സിലാക്കി തന്നെ വെക്കാം. തേർഡ് പോയിന്റ് നോക്കുകയാണെങ്കിൽ എൻഹാൻസ്മെന്റ് ഓഫ് പ്രൊഡക്ടിവിറ്റി. ഓക്കെ, എൻഹാൻസ്മെന്റ് ഓഫ് പ്രൊഡക്ടിവിറ്റി എന്താ പറയുന്നത്? ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ഇംപ്രൂവ് മോട്ടിവേഷൻ, take care of the health of employees, help the employees to relax mentally and physically with the schemes like the holiday homes and schools and impart many other benefits. Okay, നമുക്കറിയാം ഒരു തൊഴിലാളി ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് നല്ലൊരു സാഹചര്യം അവിടെ അവൈലബിൾ ആക്കി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവരുടെ പ്രൊഡക്ടിവിറ്റി കൂടും അല്ലെ. അവരെ അലസരായിട്ടൊന്നും വർക്ക് ചെയ്യില്ല, അവരെ ഹാപ്പി ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. സോ അങ്ങനെ വരുമ്പോൾ ആത്മാർത്ഥതയോട് കൂടിയിട്ട് വർക്ക് ചെയ്യുമ്പോൾ പ്രൊഡക്ടിവിറ്റി റേറ്റ് കൂടുതലായിട്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അവിടെ എടുത്തു പറയുന്നുണ്ട് ടേക്ക് കെയർ ഓഫ് ദ ഹെൽത്ത് ഓഫ് എംപ്ലോയീസ്, ഹെൽപ്പ് ദ എംപ്ലോയീസ് ടു റിലാക്സ് മെന്റലി ആൻഡ് ഫിസിക്കലി വിത്ത് സ്കീംസ് ലൈക്ക് ഹോളിഡേ ഹോംസ്, സ്കൂൾസ് ആൻഡ് മെനി അതർ ബെനിഫിറ്റ്സ്. ഇപ്പൊ എംപ്ലോയീസിന് നമുക്കറിയാം മെന്റലിയും ഫിസിക്കലിയും നല്ല ഹാപ്പി ആവാനായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും സ്പോർട്സ് അല്ലെങ്കിൽ ജിംനാഷ്യം അല്ലെങ്കിൽ ഇൻ കേസ് ഹോളിഡേയ്സിനൊക്കെ തങ്ങാനായിട്ടുള്ള സൗകര്യങ്ങൾ, ഇടയ്ക്കിടയ്ക്ക് റിലാക്സ് ചെയ്യാനായിട്ടുള്ള എന്റർടൈൻമെന്റ് പ്രോഗ്രാംസ്, അങ്ങനെയൊക്കെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജുകളൊക്കെ കൊടുക്കുമ്പോൾ എന്താണ് അവരുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള സാധ്യതയാണ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. കാരണം അവർ മെന്റലിയും ഫിസിക്കലിയും ഹാപ്പി ആയിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. Then employees with a healthy mind and body and feeling of security are highly efficient and perform better in terms of quality. ഓക്കെ, നമ്മൾ ഭയങ്കര വിഷമിച്ച് ഇഷ്ടമില്ലാത്ത രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് നല്ലതായിരിക്കോ ചീത്തയായിരിക്കോ? നമ്മളെ ഇഷ്ടമില്ല അല്ലെ ആ ഒരു രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു രീതിയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും? മോശമായിരിക്കില്ലേ? യെസ്, ബാഡ് ആയിരിക്കും അല്ലെ. കാരണം നമുക്ക് ഹാപ്പി അല്ല, നമ്മളുടെ മൂഡ് ശരിയല്ല അല്ലെ. അതേസമയം നമ്മൾ ഹാപ്പി ആയിട്ടാണ് വർക്ക് ചെയ്യണമെങ്കിൽ എന്താണ് നമ്മൾ മാക്സിമം നമ്മൾ റിസൾട്ട് നേടിയെടുക്കാൻ ശ്രമിക്കും അല്ലെ. ഇൻ കേസ് നമ്മൾ ഏൽപ്പിക്കുന്ന ഡ്യൂട്ടി എന്താണോ ആ ഡ്യൂട്ടിയിൽ നമ്മൾ നല്ല ആത്മാർത്ഥതയോട് കൂടിയിട്ട് തന്നെ വർക്ക് ചെയ്യാനായിട്ട് തയ്യാറാവും. സോ അങ്ങനെ വരുമ്പോൾ റിസൾട്ട് ഏറ്റവും നല്ല ബെറ്റർ ആയിട്ട് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. So employees with the healthy mind and body and feelings of security. Yes, നമുക്കറിയാം ഭാവിയിൽ വരെ ഒരു സെക്യൂർ ആയിട്ടുള്ള ഫിനാൻഷ്യൽ കാര്യങ്ങൾക്ക് വരെ ഒരു അല്ലെ ഒരു പ്രത്യേക രീതിയിലുള്ള തീരുമാനങ്ങളൊക്കെ ഇവിടെ എടുക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഇതാണ് അല്ലെ. ഓക്കെ, ഇൻ കേസ് ഭാവിയിൽ നമുക്ക് ഫേസ് ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട് എന്നുള്ള ഒരു മൈൻഡിൽ തന്നെയായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. സോ ഹൈ എഫിഷ്യന്റ് ആൻഡ് പെർഫോം ബെറ്റർ ഇൻ ടേംസ് ഓഫ് ക്വാളിറ്റി വരുമ്പോൾ ഗുണനിലവാരമുള്ള പെർഫോമൻസ് ആയിരിക്കും അവിടെ കാഴ്ചവെക്കുന്നത്. മോട്ടിവേറ്റഡ് വർക്കേഴ്സ് ആർ ഇൻഡോഴ്സ്ഡ് ടു ഇംപ്രൂവ് ദിയർ എബിലിറ്റി ആൻഡ് നോളജ്. എപ്പോഴും കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ചെറിയൊരു പേരാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് മോട്ടിവേറ്റഡ് വർക്കേഴ്സ് അല്ലെ, അവിടെ പ്രചോദിതരായ വർക്കേഴ്സ് അവർ ഉത്സാഹത്തോട് കൂടിയിട്ട് അവരുടെ കഴിവുകൾ അവരുടെ നോളജ് വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിക്കും അല്ലെ. ഉത്സാഹത്തോട് കൂടിയിട്ട് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും എന്നുള്ളതാണ്. ഓൾ ദീസ് ഫാക്ടേഴ്സ് ഹാവ് എ പോസിറ്റീവ് എഫക്ട് ഓൺ പ്രൊഡക്ടിവിറ്റി. ഇത്തരത്തിലുള്ള ഘടകങ്ങൾ എന്താണ്? പ്രൊഡക്റ്റീവ് ഉത്പാദനക്ഷമത അതിനെ എഫക്ട് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം നമുക്കറിയാം അവർക്ക് നല്ല പ്രചോദനമാണ് അവിടെ കാഴ്ചവെക്കുന്നത് അല്ലെ. അവരുടെ മൂഡ് ശരിയാക്കി അല്ലെങ്കിൽ അവരുടെ മൈൻഡ് ശരിയാക്കി അവരുടെ ഫിസിക്കലി അവർക്ക്
റിലാക്സ് ഒക്കെ ചെയ്ത് വർക്ക് ചെയ്യാനുള്ള സാഹചര്യങ്ങളൊക്കെ അവൈലബിൾ ആക്കി കൊടുക്കുമ്പോഴേതാണ് ബെറ്റർ എബിലിറ്റിയോട് കൂടിയിട്ട്, നല്ല കഴിവോട് കൂടിയിട്ട്, നല്ല നോളജോട് കൂടിയിട്ടായിരിക്കും അവരുടെ ഔട്ട്കംസ് ഉണ്ടാവുന്നത്. സോ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള വർക്കേഴ്സ് എൻഡോഴ്സ്ഡ് ടു ഇംപ്രൂവ് ദെയർ എബിലിറ്റീസ് ആൻഡ് നോളജ്. ഏത് തരത്തിലുള്ള വർക്കേഴ്സ്, ഏത് തരത്തിലുള്ള പ്രോത്സാഹനമാണ് അവരുടെ എബിലിറ്റി നോളജ് ഒക്കെ ഇംപ്രൂവ് ചെയ്യിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോട്ടിവേറ്റഡ് വർക്കേഴ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റും കൂടി നോക്കാം. ലാസ്റ്റ് പോയിന്റില് ക്രിയേറ്റ് ട്രസ്റ്റ് ആൻഡ് വാംത്ത് ഇൻ എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ്. ഓക്കെ അല്ലേ? 3 പോയിന്റ്സ് വരെ ഓക്കെ അല്ലേ? ഫോർത്ത് പോയിന്റിൽ പറയുന്നത് നോക്കാം. ക്രിയേറ്റ് ട്രസ്റ്റ് ആൻഡ് വാംത്ത് ഇൻ എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ്. ഓക്കെ, തൊഴിലുടമയും തൊഴിലാളികളും തമ്മിൽ നല്ലൊരു ബെറ്റർ ബന്ധം അല്ലെ, റിലേഷൻഷിപ്പ്, ആ ഒരു വിശ്വാസം നേടിയെടുക്കാനായിട്ട് നമുക്കറിയാം. ഇങ്ങനെ സ്പോർട്സോ അല്ലെങ്കിൽ കരിക്കുലം ആക്ടിവിറ്റീസുകളോ സ്കൂളോ അങ്ങനെയൊക്കെ വെക്കുമ്പോൾ എന്താ പ്രത്യേകത? അവരെല്ലാവരും കൂടി ഒന്നിച്ചാണ് പോകുന്നത് അല്ലെ, നല്ല ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ഒക്കെ അവിടെ വരുന്നു. സോ പരസ്പരം ഇൻ കേസ് എംപ്ലോയീസിന്റെ ഇൻട്രസ്റ്റുകൾ എന്താണെന്നുള്ളത് ചോദിച്ചറിഞ്ഞിട്ടേക്ക് അവരുടെ ബുദ്ധിമുട്ടുകളെ ഫേസ് ചെയ്യുന്ന തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ അവൈലബിൾ ആകുമ്പോൾ എന്താവും? തീർച്ചയായിട്ടും നല്ലൊരു റിലേഷൻഷിപ്പ് ആണ് അവിടെ മെയിൻറ്റെയിൻ ചെയ്തു വരും അല്ലെ. Friendship benefits make the employees feels that their needs are taken care of by the employer. ഓക്കെ, തൊഴിലുടമ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സുകൾ ലഭ്യമാകുമ്പോൾ തീർച്ചയായിട്ടും അവരെ ഒരു കെയർ കൊടുക്കുന്ന ഒരു രീതിയാണ് അവിടെ അവൈലബിൾ ആകുന്നത്. Rewards for good performance assure employees that their work is being recognized by the employer. ഓക്കെ, നമുക്കറിയാം എംപ്ലോയീസ് അല്ലെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നവരെ ചിലപ്പോ പാരിതോഷികങ്ങളൊക്കെ കൊടുത്ത് അല്ലെ, നമ്മുടെ അംഗീകാരങ്ങളൊക്കെ, ചില മീറ്റിങ്ങുകളൊക്കെ സംഘടിപ്പിച്ച് ഭയങ്കരമായിട്ട് അംഗീകാരങ്ങളൊക്കെ കൊടുത്ത് അവരെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എംപ്ലോയീസ് ഹാപ്പി ആയിരിക്കും അല്ലെ. ഓക്കെ, നമ്മൾ വർക്ക് ചെയ്യുന്നതെല്ലാം ആത്മാർത്ഥതയോടെ വർക്ക് ചെയ്തതിനുള്ള പ്രതിഫലം കിട്ടി എന്നുള്ള ഒരു മൈൻഡ് അവിടെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ ആ റെക്കഗ്നീഷൻ, ആ ഒരു അംഗീകാരം എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ റിവാർഡ്സ് എന്ന് പറയുന്നത് തൊഴിലാളികളെ സംബന്ധിച്ച് വളരെ വിലപ്പെട്ട കാര്യമാണ്. അപ്പൊ ഒരു പുഷ്പളമായിട്ടുള്ള സ്വീകരണമൊക്കെ കൊടുക്കുമ്പോൾ നല്ലൊരു റിലേഷൻഷിപ്പ് അവിടെ കീപ്പ് ചെയ്യാൻ സാധിക്കുന്നു. ഓൾ ഇൻ ഓൾ സ്പിരിറ്റ് ഓഫ് മ്യൂച്വൽ ട്രസ്റ്റ് ബിറ്റ്വീൻ ദ എംപ്ലോയർ ആൻഡ് എംപ്ലോയി. നമുക്കറിയാം അവര് തൊഴിലുടമയും തൊഴിലാളികളും തമ്മിൽ നമുക്ക് നല്ലൊരു വിശ്വാസം അതോടുകൂടി കെട്ടിപ്പടുക്കാനായിട്ടുള്ള സാധ്യതകളാണ് വരുന്നത്. ഏത് തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകൾ കൊടുക്കുമ്പോഴും തീർച്ചയായിട്ടും നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം, എംപ്ലോയീസിന്റെ ഇൻട്രസ്റ്റ്, അവർക്ക് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ അംഗീകരിക്കുന്ന ഒരു റിവാർഡ്സ് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അതൊരു വലിയ കാര്യം തന്നെയാണ് അല്ലെ. അപ്പൊ ആ ഒരു ബെറ്റർ റിലേഷൻഷിപ്പ്, ഞാൻ വർക്ക് ചെയ്തത് അവര് കണ്ടു അല്ലെ, തൊഴിലുടമ അത് നോട്ടീസ് ചെയ്തിട്ടുണ്ട്, അതിന്റെ അംഗീകാരമാണിത്. ഇൻ കേസ് ക്യാൻറ്റീൻ സർവീസുകൾ അല്ലെങ്കിൽ ട്രാവലിംഗ് എന്തെങ്കിലും സാഹചര്യങ്ങളൊക്കെ അവർക്ക് ലഭ്യമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ബുദ്ധിമുട്ട്, എംപ്ലോയീസിന്റെ ബുദ്ധിമുട്ട് അവർ അറിയുന്നുണ്ട് അല്ലെ. ആ ഒരു മനോഭാവമായിരിക്കും തൊഴിലാളികളുടെ ഇടയിൽ ഉണ്ടാവുന്നത്. സോ ഒരു ബെറ്റർ റിലേഷൻഷിപ്പ് ആ ഒരു വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള സാധ്യത കൂടി ഇവിടെ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ഒരുക്കി തരുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് പോയിന്റ്സുകൾ ഒന്ന് വായിച്ചു നോക്കാം. എന്തെങ്കിലും പോയിന്റ്സ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ണോ നേരാണോ? ഓക്കെ, നമ്മള് അധികം പഞ്ചൊന്നും എടുത്തു പോയിട്ടില്ല. അതായത് നമ്മള് കുറച്ച് വരെ കവർ ചെയ്ത് വെച്ചതായിരുന്നു. ഇതിന്റെ കോസ്റ്റ് കണ്ടെയ്ൻമെന്റ് തുടങ്ങിയാണ് നമ്മൾ എടുക്കേണ്ടി വന്നുള്ളൂ അല്ലെ.
അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് കൂടി പോകാം. എന്താണ് പ്രോബ്ലംസ് ഓഫ് എംപ്ലോയർ ബെനിഫിറ്റ്സ്. എംപ്ലോയർ ബെനിഫിറ്റ്സിന്റെ പ്രോബ്ലംസും ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. Certain problems that may arise while administering employer benefit programs which are as follows. ചെറിയ പ്രോബ്ലംസ് അല്ലെ, അതിന്റെ ഭരണ നിർവഹണവുമായി ബന്ധപ്പെട്ടൊക്കെ ചില പ്രോബ്ലംസ് ഒക്കെ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അത് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പാറ്റേണലിസം ചാർജ്. എന്താണ് പാറ്റേണലിസം ചാർജ് എന്നുള്ളത്? When numerous benefits are offered by the employers to their employees, it seems as if the company is playing the role of parents and the employees are their children. അപ്പൊ നമ്മുടെ വീടുകളിൽ കുട്ടികൾക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ അവര് അവിടെ നമ്മൾ പറയാണ്, ഞാൻ ഇത്രയും വിസ്തൃത്തൊക്കെ നിങ്ങളെ കൈകാര്യം ചെയ്തു, അല്ലെങ്കിൽ ഇത്രയും സമയം ചെലവഴിച്ചിട്ടാന്നൊക്കെ പറഞ്ഞാൽ അവര് എന്താ പറയാ പ്രത്യേകമായിട്ട്, അത് പാരന്റ്സിന്റെ ഡ്യൂട്ടി അല്ലേ, അല്ലെ, മാതാപിതാക്കളുടെ കടമയല്ലേ എന്നുള്ളൊരു മനോഭാവമാണ് അവർ റിയാക്ട് ചെയ്യുക അല്ലെ. കുറച്ചും കൂടി മുതിർന്ന് കഴിയുമ്പോഴാണ് അങ്ങനെയൊക്കെ റിയാക്ട് ചെയ്ത് തുടങ്ങുന്നത് അല്ലെ. അതേസമയം അതേപോലെ തന്നെ കമ്പനിയിലും തൊഴിലുടമ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ റിസ്ക് എടുത്ത് ഇത്രയും കോസ്റ്റ് ഒക്കെ ചെലവഴിച്ച് അല്ലെങ്കിൽ ഇത്രയും ടൈം എടുത്ത് അതിനെ കുറിച്ചിട്ടൊക്കെ പഠിച്ച് അനലൈസ് ചെയ്ത് അവർക്ക് എന്തെങ്കിലും ബെനിഫിഷ്യൽ ഒക്കെ ആയിട്ടുള്ള പാക്കേജുകൾ ലഭ്യമാക്കി കൊടുക്കുമ്പോൾ എംപ്ലോയീസും ആ ഒരു മനോഭാവത്തോട് എടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് തൊഴിലുടമയുടെ ആവശ്യമാണ് അല്ലെ. അതൊരു ടാലന്റ് ആയിട്ടുള്ള ഒരു മനോഭാവമാണ് അവിടെ കാഴ്ചവെക്കുന്നത്. Sometimes employees develop feelings that the service and the benefits offered to them are actually their rights, which is actually not a correct. നമുക്കറിയാം, ഒരു എഗ്രിമെന്റ് ബേസ് ചെയ്ത് വരുമ്പോൾ ഇത്ര സാലറിയിൽ ഇത്ര ടൈം വർക്ക് ചെയ്തോളാം എന്നുള്ളൊരു മനോഭാവത്തോടു കൂടിയാണ് ഏതൊരു തൊഴിലാളിയും തൊഴിൽ ചെയ്യാനായിട്ട് പോകുന്നു അല്ലെ. അങ്ങനെയല്ലേ തൊഴിലാളികൾ തൊഴിലെടുത്തിൽ തൊഴിൽ ചെയ്യാൻ പോകുന്നത്. നമുക്ക് സാലറി എത്രത്തോളം ഉണ്ട്, എത്രത്തോളം ടൈം വർക്ക് ചെയ്യണം എന്നുള്ള ഒരു കാര്യം ഒക്കെ ആക്കിയിട്ടായിരിക്കും തൊഴിലാളികൾ വർക്ക് ചെയ്യാനായിട്ട് തയ്യാറാവുന്നത് അല്ലെ. അതിനപ്പുറം എന്തെങ്കിലും ബെനിഫിഷ്യൽ പാക്കേജുകൾ ലഭ്യമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് റിസ്ക് എടുക്കുന്നത് തൊഴിലുടമയാണ് അല്ലെ. അവർക്ക് ഒരു ടൂർ പാക്കേജ് കൊടുക്കുക, അതല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അല്ലെ എന്തെങ്കിലും റിവാർഡ്സ് കൊടുക്കുക, അതല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് കണ്ടറിഞ്ഞിട്ട് അവർക്ക് ചിലപ്പോൾ വേണമെങ്കിൽ ഒരു സ്പോർട്സും കാര്യങ്ങളൊക്കെ സംഘടന അല്ലെങ്കിൽ ഫെസ്റ്റിവൽ സീസൺ ഒക്കെ ആകുമ്പോൾ ഇൻ കേസ് ക്രിസ്മസ് ഓണം ഒക്കെ ടൈമുകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് ഒക്കെ സംഘടിപ്പിക്കുക. ഇതൊക്കെ തീർച്ചയായിട്ടും റിസ്ക് എടുക്കുന്നത് തൊഴിലുടമയാണ്, തൊഴിലാളികളെ ഹാപ്പി ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ. പക്ഷെ ഇതെല്ലാം അവർക്ക് കിട്ടേണ്ട അവകാശമാണെന്ന് പറയുന്നതിൽ ന്യായമില്ല എന്നുള്ളതാണ്. കാരണം യഥാർത്ഥത്തില് തൊഴിലുടമ റിസ്ക് എടുത്തിട്ട് തന്നെയാണ് തൊഴിലാളികൾക്ക് ഇത്തരത്തിലുള്ള സേവനങ്ങളൊക്കെ ലഭ്യമാക്കുന്നത്. വിച്ച് ഈസ് ആക്ച്വലി നോട്ട് എ കറക്റ്റ് അല്ലെ. അതൊരു റൈറ്റ്സ് ആണെന്ന് പറയുന്നത് ശരിയാകുന്ന പ്രസ്താവന തെറ്റാണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. It means that employees take the employer's parental care for granted. അവിടെ തീർച്ചയായിട്ടും ഇവിടെ എന്താണ് തൊഴിലാളികള് ധരിച്ചു വെക്കുന്നത് അതൊരു പാരന്റൽ കെയർ അല്ലെ. തൊഴിലുടമ എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ ഒരു റോളാണ് അവിടെ കാഴ്ചവെക്കുന്നത് എന്നുള്ള നിലപാടെടുക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതായത് അല്ലെ റിസ്ക് എടുത്തിട്ട് തൊഴിലാളികളെ സംതൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ട് എല്ലാ കമ്പനികളും ലഭ്യമാകുന്നതാണ്. അത് ഞങ്ങൾക്ക് അർഹതപ്പെടേണ്ട ഒരു കാര്യമാണെന്നുള്ളൊരു മനോഭാവം ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഫസ്റ്റ് പ്രോബ്ലം ആയിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സെക്കൻഡ് പോയിന്റ്സ് ആണെങ്കിലും നമുക്ക് നോക്കാം. ഹ്യൂജ് എക്സ്പെൻഡിച്ചർ. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ സാലറിക്ക് അപ്പുറം എന്തെങ്കിലും ബെനിഫിഷ്യൽ പാക്കേജ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും തൊഴിലുടമ വഹിക്കുന്ന ഒരു റിസ്ക് തന്നെയാണ് അല്ലെ. കമ്പനി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ദ ബെനിഫിറ്റ്സ് ആൻഡ് സർവീസ് ഓഫേർഡ് ടു ദ എംപ്ലോയീസ് വിച്ച് സസ്റ്റെയിൻ ഹ്യൂജ് കോസ്റ്റ്. ഇത്തരത്തിലുള്ള എന്തെങ്കിലും ബെനിഫിഷ്യൽ ആയിട്ടുള്ള സർവീസുകളൊക്കെ ഉണ്ടെങ്കിൽ അതിന് അത്യാവശ്യം ചെലവുകളൊക്കെ ഉണ്ടാവും. ഇറ്റ് ഇൻവോൾവ്സ് എ tedious process of making large outlays of direct and indirect financial expenditure and also involves substantial paperwork. ഓക്കെ, നമുക്കറിയാം അതുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരുപാട് റിസ്കുകൾ അവിടെ ഹാൻഡിൽ ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും. അതായത് ചിലപ്പോൾ വേണമെങ്കിൽ പേപ്പർ വർക്കുകൾ അല്ലെ ഒരുപാട് അവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ സാലറിയുടെ ബേസിലൊക്കെ ആയിരിക്കും അവിടെ കുറെ കാര്യങ്ങളൊക്കെ അവർക്ക് അവൈലബിൾ ആക്കുന്നത്. സോ അതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പേപ്പർ വർക്കും അല്ലെങ്കിൽ അതിന്റെ കോസ്റ്റ് എന്നൊക്കെ പറയുന്നത് ഹൈ ആവാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതായത് സാലറി അതിനപ്പുറം ഇവർക്ക് കൊടുക്കുന്ന സേവനങ്ങൾക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ ബെനിഫിറ്റ്സിന് കൊടുക്കുന്ന റിസ്ക് എന്ന് പറയുന്നത് അത് തൊഴിലുടമയുടെ പോക്കറ്റിൽ നിന്നാണ് മോസ്റ്റ്ലി അവിടെ ക്യാരി ഓൺ ചെയ്യുന്നത്.
Then become new trend. Becoming new trend. And a company offers certain benefits and services to its employees. It establishes a process of competition in other companies as well. And in order to prove themselves as better, other companies also start providing these benefits. ഇപ്പൊ ഒരു കണക്കിന് നമുക്കറിയാം ഒരുപാട് റിസ്ക് ഒന്നും ഇല്ലാതെ തൊഴിലുടമ എന്തെങ്കിലുമൊക്കെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജുകളൊക്കെ കൊടുക്കാനായിട്ട് തയ്യാറാകുമ്പോൾ തൊഴിലാളികൾ ആദ്യം തന്നെ റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? അത് മറ്റു കമ്പനികളൊക്കെ ഓഫർ ചെയ്യുന്നതാണ്. ഇത് ഇവിടെ മാത്രമല്ല, എല്ലാ കമ്പനികളും ഓഫർ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ടുള്ള കാര്യമാണ് അല്ലെ. ടൂർ പാക്കേജിന്റെ കാര്യം പറഞ്ഞാലും ഫെസ്റ്റിവൽ സീസണിലൊക്കെ പ്രോഗ്രാമുകളൊക്കെ സെറ്റ് ചെയ്യുമ്പോഴും നമുക്കറിയാം ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലായിടത്തും തന്നെ അതൊക്കെ അല്ലെ എംപ്ലോയീസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സംഘടിപ്പിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ? ആണോ? ശരിയാണോ? അങ്ങനെ ഒരു ട്രെൻഡായിട്ട് മാറിയിട്ടില്ലേ? എന്തെങ്കിലുമൊക്കെ ബെനിഫിഷ്യൽ ഒക്കെ വരും. ഓക്കെ, അപ്പം ആ ഒരു രീതിയാണ് ബിക്കമിങ് ന്യൂ ട്രെൻഡ് അല്ലെ. ഇതൊരു പുതിയ ട്രെൻഡ്. ഇതൊക്കെ എല്ലായിടത്തും അവൈലബിൾ ആണ്, എല്ലാ ഓർഗനൈസേഷനിലും ഇത് ഉള്ളതാണ് എന്നുള്ള നിലപാടാണ് ഉണ്ടാവുക. And in order to prove themselves as better, other companies also start to provide these benefits. Some of the benefits which were previously unknown but now have become common are credit unions and servants pay. Okay, നമുക്കറിയാം ഇത് പഴയ കാലഘട്ടങ്ങളിലൊക്കെ ചെറുപ്പമാണെങ്കിൽ ഒരു പുതിയ പുതുമയുള്ള കാര്യമൊക്കെ ആണെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തില് പുതിയ കാര്യങ്ങളൊക്കെ പറയുന്നത് ഇത്തരത്തിലുള്ള ഓഫറുകൾ എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമായിട്ട് കോമൺ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് അവരെ ഗ്രഹിച്ചു വെക്കുന്നത്. ആ ഒരു രീതിയിലായിരിക്കും എംപ്ലോയീസ് പ്രതികരിക്കുന്നത്. അപ്പൊ ബിക്കമിങ് ന്യൂ ട്രെൻഡ്, അപ്പൊ പുതുമയുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തേണ്ടത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആവശ്യമാണെന്നുള്ളതാണ് ഇവിടെ ചൂണ്ടി പറയുന്നത്. സോ നമ്മൾ മോസ്റ്റ്ലി മനസ്സിലാക്കാം. First one, paternalism charge, then a huge expenditure. The third one പറയുന്നത് becoming a new trend. കേളേ ശരിയാണോ? ഇപ്പൊ ഇൻ കേസ് നിങ്ങൾക്ക് പ്രോബ്ലംസ് ഒക്കെ തരുമ്പോൾ ഇതൊക്കെ പ്രോബ്ലംസ് ആണോ എന്നൊക്കെയുള്ള രീതിയിൽ ഓപ്ഷൻസ് വരുമ്പോ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഈ ഒരു രീതിയിലൊക്കെ ഹെഡിങ്സ് ഒക്കെ അതുപോലെ തന്നെ മനസ്സിലാക്കി തന്നെ പോകാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അതിന്റെ കണ്ടന്റ്സ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി, പക്ഷെ ഹെഡിങ്ങൾ ഓർത്ത് വയ്ക്കാനായിട്ട് തന്നെ ശ്രമിക്കാം. ഹാൻഡ്ലിംഗ് ലെസ് പ്രൊഡക്റ്റീവ് എംപ്ലോയീസ്. എന്താണ് ലെസ് പ്രൊഡക്റ്റീവ് എംപ്ലോയീസ് എന്ന് പറയാൻ കാരണം? Less productive employees or the employees who are unable to do much fruitful work for the company stay in their jobs just because of the fact that the company provides a lot of benefits and service to its employees. അതായത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോ ടൂറ് കൊണ്ടുപോവാണ് അല്ലെങ്കിൽ സ്പോർട്സ് പ്രോഗ്രാം വന്ന ഫിസിക്കലി നല്ല രീതിയിൽ അല്ലെ ഭയങ്കര ടെൻഷനായിട്ട് സ്ട്രെസ് ഒക്കെ ഉള്ള വർക്കൊക്കെ ആണെങ്കിൽ ഇടയ്ക്ക് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പോർട്സ് ഡേയോ അല്ലെങ്കിൽ ആർട്സിയോ കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ വേണ്ടിയിട്ട് ഡേ ഒക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് തൊഴിലാളികൾ അതിൽ പങ്കെടുക്കണ്ടെന്ന് പറയില്ല അല്ലെ. ടൂർ പോകുമ്പോൾ കുറച്ച് പേര് പങ്കെടുക്കണ്ടെന്ന് പറയില്ല. ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നേ പറയുള്ളൂ അല്ലെ. അപ്പൊ എന്തെങ്കിലും ഇത്തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ ലഭ്യമാകുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ എംപ്ലോയീസിനും ലഭ്യമാകുന്നത് കൊണ്ട് തന്നെ തൊഴിലാളികൾ എന്താണ്, ഞങ്ങളെ എങ്ങനെ വർക്ക് ചെയ്താലും കുഴപ്പമില്ല, ഈ ആനുകൂല്യങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങൾക്കും അത് അർഹതപ്പെടുന്നതായിട്ട് വരും എന്നുള്ള ഒരു മനോഭാവം ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ലെസ് പ്രൊഡക്റ്റീവ് എംപ്ലോയീസ്. Less productive employees or the employees who are unable to do much fruitful അല്ലെ. കുറച്ചും കൂടി ഇൻ കേസ് പ്രൊഡക്ടിവിറ്റി കുറഞ്ഞ ഉൽപാദനക്ഷമത കുറഞ്ഞ എംപ്ലോയീസ് ആണെങ്കിൽ കുറച്ചും കൂടി ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് അവിടെ ടെൻഡൻസി ഒന്നും അവർക്ക് ഉണ്ടാവില്ല. കാരണം എന്തെങ്കിലും ബെനിഫിഷ്യൽ പാക്കേജുകൾ ആർക്കെങ്കിലും അവൈലബിൾ ആകുന്നുണ്ടെങ്കിൽ എനിക്ക് കൂടിയും അത് ലഭ്യമാകുന്ന ഒരു മനോഭാവം അവർക്ക് ഉണ്ടാവുക. Stay in their jobs just because of the fact that company provides a lot of benefits and service to its employees. അങ്ങനെ ധാരാളം ബെനിഫിഷ്യൽ പാക്കേജുകൾ സർവീസുകളൊക്കെ നമുക്ക് ലഭ്യമാക്കും എന്നുള്ള ധാരണ കൊണ്ട് തന്നെ പ്രൊഡക്ടിവിറ്റി കുറഞ്ഞ എംപ്ലോയീസ് ഒന്നും ഒരുപാട് റിസ്ക് എടുത്തുകൊണ്ടൊന്നും അല്ലെ കൂടുതൽ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനായിട്ട് അവരൊന്നും തയ്യാറാവണമെന്നില്ല. So handling less productive employees. The last point പറയുന്നത് avoiding other employees functions. Okay, എന്താണ് പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്തത്? While paying attention towards the employees' benefits and services, the employer generally becomes more focused on its provision and administration. Okay, നമുക്കറിയാം
എപ്പോഴും ബെനിഫിഷ്യൽ പാക്കേജുകൾ അവൈലബിൾ ആക്കണം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണെന്ന് നമ്മൾ കണ്ടു. എംപ്ലോയീസ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്ന അസറ്റ് ആയിട്ട് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്ന ഈ കാലഘട്ടത്തിൽ അവരെ നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ ഏറ്റവും നല്ല ബെനിഫിഷ്യൽ പാക്കേജുകളെ കുറിച്ചിട്ടൊക്കെ അനലൈസ് ചെയ്യണം, അതിനെ കുറിച്ചിട്ട് പഠിക്കണമെന്ന അധികം കോസ്റ്റ് ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളെ കുറിച്ചിട്ടൊക്കെ ആലോചിക്കണം. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അതിൽ കൂടുതൽ അറ്റൻഷൻ അല്ലെ കൂടുതൽ ശ്രദ്ധ തൊഴിലുടമ അത് ആ തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജ് കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുന്നു. In such cases, other aspects of a personal programs are fully neglected or at least attention is paid to them. അങ്ങനെ വരുമ്പോൾ എന്താ പ്രത്യേകത? മറ്റു അല്ലെ നമ്മള് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ചിലപ്പോൾ മാർക്കറ്റ് കാര്യങ്ങളെ കുറിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് ആർത്തികപരമായിട്ടുള്ള എന്തെങ്കിലും നിയമാവലികളോ കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അല്ലെ വേറെ ഏതെങ്കിലുമൊക്കെ പ്രൊഡക്ഷൻ മെത്തേഡോ എന്തെങ്കിലുമൊക്കെ ഉത്പാദന സംബന്ധമായിട്ടോ സേവന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചാണെങ്കിലും മറ്റ് പല രീതികളെ കുറിച്ചിട്ടൊക്കെ ചിന്തിക്കുന്നതിന് പകരം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്തു പോവുകയാണ്. അത്തരത്തിലുള്ള സമയങ്ങളൊക്കെ കണ്ടെത്തുന്നതൊക്കെ അവിടെ നെഗ്ലക്ട് ചെയ്തിട്ടാണ് അവിടത്തെ ഉള്ള എംപ്ലോയീസിന്റെ ബെനിഫിഷ്യൽ പാക്കേജിനെ കുറിച്ചിട്ട് കൂടുതൽ ചിന്തിക്കുകയും അതിന്റെ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ അനലൈസ് ചെയ്തിട്ട് മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യും. So once again, due to overemphasizing on these benefits and services, employees often develop a concern for their future security instead of a present productivity. നമുക്കറിയാം, അപ്പോ ഭാവിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ചിലപ്പോ ഒക്കെ സെക്യൂർ ആയിട്ട് മുന്നോട്ട് പോകണമെന്നില്ല. കാരണം പല കാര്യങ്ങളും ഇപ്പോ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഈ കാലഘട്ടത്തിൽ എല്ലാത്തിനെയും കുറിച്ചിട്ടും നല്ല രീതിയിൽ ഗ്രഹിച്ച് മാത്രമാണ് ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ഫോമിനൊക്കെ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ അല്ലെ. തൊഴിലാളികളെ നിലനിർത്തണം എന്നുള്ളത് പ്രധാനപ്പെട്ട ഫാക്ടർ തന്നെയാണ്. പക്ഷെ അതിനപ്പുറം മറ്റു കാര്യങ്ങളും അല്ലെ, ചില ടെക്നിക്കുകൾ അല്ലെ, പല നമുക്കറിയാം കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ആണെങ്കിലും സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ബിസിനസ് ആണെങ്കിലും അവിടെയുള്ള എംപ്ലോയീസ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കമ്പനി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അല്ലെ. തൊഴിലാളികളെ വേണം, അതോടൊപ്പം തന്നെ പുതിയ ടെക്നോളജിക്ക് അനുസരിച്ചിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഇംപ്ലിമെന്റ് ചെയ്ത് അതിനനുസരിച്ചിട്ട് ബിസിനസ് മുന്നോട്ട് പോകേണ്ട ആവശ്യമുണ്ട്. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നെഗ്ലക്ട് ചെയ്ത് എംപ്ലോയീസിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഫ്യൂച്ചർ സെക്യൂരിറ്റി നഷ്ടപ്പെടാനുള്ള സാധ്യതയും അവിടെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഓക്കെ, അപ്പൊ വ്യത്യസ്ത തരത്തിലുള്ള പ്രോബ്ലംസും ഈ എംപ്ലോയീസ് ബെനിഫിഷ്യലുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഫസ്റ്റ് വൺ ചാർജ്, then future expenditure, then becoming immoderate, handling less productive employees, then avoiding other employees functions. ഓക്കെയാണോ? ഏതെങ്കിലും പോയിന്റ്സ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നോക്കാം. ആണോ? ഓക്കെയാണോ? ഏതെങ്കിലും പോയിന്റ്സ് ഡൗട്ട് ഉണ്ടോ? നമ്മൾ എടുത്തത് പ്രോബ്ലംസ് ഓഫ് എംപ്ലോയി ബെനിഫിറ്റ്സ് എടുത്തു, ഇമ്പോർട്ടൻസ് ഓഫ് എംപ്ലോയി ബെനിഫിറ്റ്സ്, തന്നെ കുറച്ച് ഭാഗം അല്ലെ അവിടെ എന്താണ് മാനേജിങ്ങുമായി ബന്ധപ്പെട്ട് എന്താണ് നമ്മുടെ മാനേജിങ് എംപ്ലോയി ബെനിഫിറ്റ്സ് ആൻഡ് സർവീസുമായി ബന്ധപ്പെട്ട് കുറച്ച് പോയിന്റ്സ് നമുക്ക് കവർ ചെയ്യാനുണ്ടായി. അപ്പൊ ആ ബാലൻസ് ആണ് എടുത്തത്. ഏതെങ്കിലും പോയിന്റ്സ് ഡൗട്ട് ഉണ്ടോ? ഓക്കെയാണ്. എന്തായാലും നെക്സ്റ്റ് ഡേ വരുമ്പോ എല്ലാവരും വായിച്ചു വരാനായിട്ട് തന്നെ ശ്രമിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.